ഹലോ, വെൽക്കം ടു മോംസ് റുട്ടീൻ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നത്. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ജ്യൂസായിട്ടാണ് കേട്ടോ. നല്ല ഹെൽത്തിന് നല്ല ഉഷാറൊക്കെ കിട്ടണ നല്ലൊരു നോയി ക്ഷീണവും ഈ ചൂടൊക്കെ അകറ്റാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ്. ഇത് നമുക്ക് പതിവായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ. നമ്മളെ ക്ഷീണത്തിന് നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ നല്ല വിശപ്പിനും ദാഹത്തിനും ഉന്മേഷത്തിനൊക്കെ പറ്റിയ ഒരു ജ്യൂസാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്തിട്ടുള്ള പഴമാണ്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം, എന്നാലാണ് ജ്യൂസ് നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. പിന്നെ എടുത്തിട്ടുള്ളത് 4 ഈത്തപ്പഴമാണ്. അത് കുരു കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഉണ്ട്. പിന്നെ ഒരു ഗ്ലാസ് പാലിട്ടോ അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഒരു 6 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതും കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 2 സ്പൂൺ പാൽപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാഷ്യൂസും പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണില്ല. നല്ല പഴുത്ത പഴം ഈത്തപ്പഴം കൂടി ആയ കാരണം കൊണ്ട് അത്യാവശ്യത്തിന് നമുക്ക് കഴിക്കാനുള്ള മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നല്ല മധുരം ആവശ്യമുള്ളവർക്ക് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ചേർക്കാതെ കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. നമുക്കൊരു മധുരം കൂടുതലില്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണിത്. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇതുപോലൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഒന്ന് തണുത്തതിന് ശേഷം എടുക്കുക. പിന്നെ കുറച്ചുകൂടി തണുപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ജ്യൂസൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചൂടിനും പിന്നെ നോമ്പിനും എല്ലാ ദിവസവും കഴിക്കാൻ പറ്റിയ ജ്യൂസാണ് കേട്ടോ. പഴം നമുക്ക് ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. നമുക്ക് കുട്ടികൾ പഴം അങ്ങനെ കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജ്യൂസാക്കിയിട്ട് കൊടുത്താലും മതി. കുറച്ച് കസ്കസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്കസ് എല്ലാ ജ്യൂസിനും നല്ലതാണ്, ശരീരത്തിനെ തണുപ്പിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ കമൻസുകളുണ്ടെങ്കിൽ അറിയിക്കട്ടെ. അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.